രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ എല്ലാ മക്കൾക്കും? പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഈ പാഠം കൂടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മിഡ് ടേം എക്സാം വരും. എല്ലാവരും പഠിച്ച് മിടുക്കന്മാരാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈശോയെ, ഞങ്ങളുടെ അടുത്തേക്ക് വരണേ, ഞങ്ങളുടെ കൂടെ വന്നിരിക്കണേ. അങ്ങ് തന്നെ ഞങ്ങളുടെ ടീച്ചറായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ. അങ്ങയെക്കുറിച്ച് പഠിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ പാഠമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം. ഓരോ പാഠവും നമ്മൾ 2 ഭാഗമായിട്ടാണ് എടുക്കുക. ഒരു ദിവസം ഒരു ഭാഗം, പിന്നത്തെ ദിവസം അടുത്ത ഭാഗം. എന്താണ് നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട്? സഭ. ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്തേ. സഭ, പ്രവാചകജനം. പങ്കുവെക്കുന്നവരുടെ സമൂഹം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രവാചക ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്രവാചക ജനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പ്രവാചകനുണ്ട്. ആരാണെന്നറിയാമോ? ജെറമിയ പ്രവാചകൻ. ജെറമിയ പ്രവാചകൻ പിതാവായ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ്. ഞാൻ ആക്ടിവിറ്റി നിങ്ങളോട് നേരത്തെ പറയട്ടെ. അത് നമ്മൾ ആദ്യമേ പഠിക്കണം, അല്ലെങ്കിൽ അറിയണം. നമ്മുടെ പഴയ നിയമത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമഭാഗത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ജെറമിയ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കണ്ടുപിടിക്കണം. ബൈബിളിൻ്റെ തുടക്കത്തിൽ എടുത്തു നോക്കിയാൽ ജെറമിയ എന്ന് പറയുന്നൊരു പുസ്തകം കാണും. അതിൽ ജെറമിയയുടെ വിളിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അതെല്ലാവരും ഒന്ന് വായിക്കണം. 1-ാം അധ്യായത്തിലാണ് ജെറമിയയുടെ വിളി പൂർത്തിയാകുന്ന ഭാഗം. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ നിന്ന് എഴുതി വെച്ചേ. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം എല്ലാവരും വായിക്കണം. ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം, പഴയ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കും. ഞാൻ അവസാനം ഒന്നും കൂടി പറയാം, എങ്കിലും പറഞ്ഞെന്ന് മാത്രം. വാ, നമുക്കിനി ജെറമിയ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ജെറമിയ പ്രവാചകനെ പിതാവായ ദൈവം വിളിക്കുകയാണ്. പ്രവാചകന്റെ ദൗത്യം എന്തിനാ പ്രവാചകൻ? പ്രവാചകന്മാരെപ്പോഴും ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരാ. ദൈവം പറയുന്നത് മാത്രം സംസാരിക്കണം. അവരുടേതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അത് സന്തോഷമുള്ള അനുഭവമാണെങ്കിലും ദുഃഖമുള്ള അനുഭവമാണെങ്കിലും. നമുക്കതിലേക്ക് വരുന്നതിന് മുൻപ് ഈ ജെറമിയ പ്രവാചകനെ വിളിച്ച ദൈവം ഒരു ബാലനായിരിക്കുന്ന സമയത്താണ് ജെറമിയ പ്രവാചകനെ വിളിക്കുന്നത്. ഇത് ഈ ജെറമിയ പ്രവാചകനോട് പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇത് ജെറമിയ പ്രവാചകനോട് പറയുന്നത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കണ്ടത് എൻ്റെ ദൈവം മാത്രമാണ്. ഞാൻ ഈ ഒരു കുടുംബത്തിൽ ഇന്ന മാതാപിതാക്കളിൽ നിന്ന് ഇത്രാമത്തെ കുഞ്ഞായി ഇന്ന തറവാട്ടിൽ ജനിക്കണമെന്നത് ദൈവത്തിൻ്റെ തീരുമാനം. എത്ര മുമ്പേ ദൈവം നമ്മെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടായിരിക്കണമെന്നൊന്ന് നോക്കിക്കേ. അതെ, ദൈവം നമ്മെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മാത്രം കുഞ്ഞാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുസ്തകം എന്നോടത്തെ എല്ലാവരും പുസ്തകം എടുക്ക്, തുറന്നോ. പേജ് നമ്പർ 50. ആ ചുവന്ന കളറിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് വായിച്ചേ. സന്തോഷം തരുന്ന, അഭിഷേകം തരുന്ന വചനമാണിത്.
വായിക്ക്, എൻ്റെ കൂടെ വായിക്ക്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ചില സമയത്തൊക്കെ നമ്മൾ മമ്മി വഴക്ക് പറയുമ്പോൾ നമ്മൾ പറയും, ഇവർക്കൊന്നും എന്നെ വേണ്ട, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ നമ്മൾ വാശി പിടിച്ച് പറയാറില്ലേ? ഉടനെ ഓർക്കണം, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇതാണ് ജെറമ്യാ പ്രവാചകൻ. ഇത് ജെറമ്യാ പ്രവാചകനോട് കൂട്ടിച്ചേർത്തൊരു വചനമുണ്ട്, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ അയക്കുന്നു. അവിടെ വെച്ച് ജെറമ്യാ ദൗത്യം ഏറ്റെടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ജെറമ്യാ പറഞ്ഞു, ഞാനൊരു ബാലനാ, ഈ ജനത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ എനിക്ക് പേടിയാ. ഉടനെ ദൈവം ജെറമ്യായെ ശക്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു. നമ്മൾ മോശ ഇതുപോലെ ഞാൻ വിക്കനാണ്, എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മോശയോട് എന്താ പറഞ്ഞേ? മോശയ്ക്കൊരു കൂട്ടുകാരനെ കൊടുത്തു, അഹ്റോനെ. പക്ഷെ ഇവിടെ ജെറമ്യായെ തനിച്ചു വിട്ടിരിക്കുക. ദൈവത്തിൻ്റെ തീരുമാനം പല വിധത്തിലാണ് വരിക. ദൈവം എന്തു പറയുന്നു അത് നമുക്ക് സ്വീകരിക്കാം. പ്രവാചകന്മാരുടെ ദൗത്യം എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 51. പ്രവാചകൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൂടിയാ. ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കാമോ? ഞാൻ ഈ പറയുന്നത് പോലെ ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഒന്ന്, ദൈവഹിതം ജനത്തെ അറിയിക്കുക. എഴുതിയോ? എഴുത്. ദൈവഹിതം ജനത്തെ അറിയിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. എഴുതണം. ഒന്ന്, ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിക്കണം, ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. മൂന്നാമത്തേത് എന്തായിരിക്കും? ദൈവത്തിന് സാക്ഷ്യം വഹിക്കണം. 3 പോയിന്റ് ഓർമ്മ വയ്ക്കണം. ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിക്കുക, അതേപോലെ തന്നെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുക. ഈ 3 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം, മറക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചറുണ്ട്. 51-ാമത്തെ പേജിലുള്ള ഒരു പടം ഒന്ന് നോക്കിക്കേ. അതെന്താ കാണിക്കുന്നത്? നോക്ക്. ജെറമ്യാ പ്രവാചകനെ കിണറ്റിലേക്ക് എടുത്തിടുകയാണ് ചെയ്യണത്. അതെന്താ അങ്ങനെ? ദൈവം തിരഞ്ഞെടുത്തവരെ ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഇതാണ്, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ സഹനം, പീഡനം ഉറപ്പാണ്. അതാണ് ദൈവമാണ് തിരഞ്ഞെടുത്തതെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അടയാളവും. ഇങ്ങനെ ഈ ജെറമ്യാ പ്രവാചകൻ ഒരു രാജാവിന്, ഒരു ജനത്തിനോട് പറയുന്ന ചില സന്ദേശങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകനെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിട്ടത്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം ഒന്നെടുത്ത് വായിക്കണേ. അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ചെളിയായിരുന്നു. പാവം ജെറമ്യാ പ്രവാചകൻ അതിനകത്ത് പെട്ടുപോയി. പക്ഷേ രാജാവിനെ രക്ഷിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ജനത്തിനെ പേടിയാണ്. പക്ഷേ വീണ്ടും സഹോദരന്മാർ ചെന്ന് ജെറമ്യയെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇനി ദൈവത്തിന് വേണ്ടി സംസാരിച്ചാൽ, സത്യദൈവത്തിൻ്റെ സത്യവചനങ്ങൾ സത്യമായിട്ട് സംസാരിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. അങ്ങനെ പീഡനങ്ങളിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവനാണ് പ്രവാചകൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം അറിയിക്കണം, ദൈവത്തിന് സാക്ഷ്യം വഹിക്കണം, ദൈവത്തിന് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം, സഹനം ഇവരുടെ ജീവിതത്തിൻ്റെ നിയോഗമാണ്. പക്ഷേ ഈ സഹനത്തിലൊക്കെ ഇവർ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. എത്ര പേരെയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുക? ഈ ഈശോയ്ക്ക് തൊട്ട് മുമ്പ് സഹനത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തത് ആരാ? ഒന്ന് പറഞ്ഞേ എല്ലാവരും, ഉറക്കെ പറഞ്ഞേ. സ്നാപക യോഹന്നാൻ. ഹെറോദോസ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഹെറോദിയ ഇടപെട്ട് ശിരസ് ഛേദിച്ചു. അതും സന്തോഷത്തോടെ സ്വീകരിച്ച സ്നാപക യോഹന്നാൻ. ഈ ദൈവത്തിന് വേണ്ടി മരിക്കുന്നവർക്കൊന്നും സങ്കടമില്ല, അവർ ധീരതയോടെ. നിങ്ങൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കണേ എപ്പോഴെങ്കിലുമൊക്കെ. ഇന്ന് നമുക്ക് ഗൂഗിളിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വായിക്കാൻ കിട്ടും. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് സങ്കടമില്ല. ജീവൻ പണയപ്പെടുത്തിയും ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ
ദൈവത്തിന് വേണ്ടി ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ജീവിച്ച് കടന്നുപോയ വിശുദ്ധരുടെ ജീവിതം നിങ്ങൾ പ്രത്യേക വിധം ഓർക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും നമ്മുടെ ചോര തിളയ്ക്കണം സന്തോഷം കൊണ്ട്. എനിക്കും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പല സ്ഥലത്തും ക്രൈസ്തവരെ കൊന്നതൊക്കെ വാർത്തകളായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ്. കാരണം ഈ ലോകത്തിലെ ജീവിതം ഒന്നുമല്ല എന്നുള്ള ഉറപ്പിൽ. അപ്പം നമുക്കും ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രവാചകരാകാൻ 2 കാര്യം പറയുന്നത്. ഒന്ന്, ഭൂമിയുടെ ഉപ്പാകണം, ലോകത്തിൻ്റെ പ്രകാശമാകണം. എന്താ ഉപ്പും അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? രുചി പകരുന്നു, കേടുവരാതെ സൂക്ഷിക്കുന്നു. നമ്മൾ പാപത്തിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ നമ്മളും നമ്മുടെ സഹോദരങ്ങളും ഇപ്രകാരം അവരെ രക്ഷിച്ചെടുക്കാൻ കടമയുള്ളവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മളിലുള്ള തിന്മകളെ അകറ്റി തിന്മകളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവാചകരായിട്ട് മാറുമ്പോൾ. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്ന ബോധ്യം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ജെറമ്യാ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനത്തോടെ പറയണം, ഞാനും ഒരു പ്രവാചകനാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായുന്നതിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്ത ദൈവം എന്നെയും എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രവാചകനാകാൻ, പ്രവാചികയാകാൻ വിളിച്ചിരിക്കുന്നു. അഭിമാനത്തോടെ ഈ ഒരു ബോധ്യം സൂക്ഷിക്കണം. നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഈ പ്രവാചകന്മാർക്കൊക്കെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തിന്മയ്ക്കെതിരെ പോരാടുന്നവരാ. അതുകൊണ്ട് തിന്മ കണ്ടാൽ സന്ധിയില്ല സമരം, നോ കോംപ്രമൈസ്. തിന്മയോട് ഒരു ബന്ധവുമില്ല. തിന്മയെ തുടച്ചു നീക്കാൻ സാധ്യമായത് ഞാൻ ചെയ്യും എന്നൊരു മനോഭാവം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആക്ടിവിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളോട് മുമ്പേ പറഞ്ഞു തന്നെയാണ്. ഇനി മനോഭാവം നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ശീലം എന്തായിരിക്കണം? നമ്മളെന്താ ശീലിക്കേണ്ടത്? ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ ശീലിക്കേണ്ടത്? പ്രവാചകന്റെ ജീവിതം വിശുദ്ധിയുടെ ജീവിതം എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവാചകരാകാൻ പറ്റൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ എങ്ങനെ ഉണ്ടാകണം ജീവിതം? തിന്മയിൽ നിന്നാകുന്ന വിശുദ്ധ ജീവിതം. ശീലം എന്താ? നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കണം. എഴുതി വെക്കണം നോട്ട്ബുക്കിൽ. ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. ജെറമ്യാ പ്രവാചകന്റെ വിളിയെക്കുറിച്ചുള്ള ഭാഗം കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകൾ ഒന്ന് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. എന്നിട്ട് ടീച്ചറിനൊന്ന് അയച്ചു കൊടുക്കുക. ശരിയാണോ ടീച്ചറെ എന്നൊന്ന് ചോദിക്കുക. ചെയ്യണേ? ചെയ്യുമല്ലോ അല്ലേ? ചെയ്യണം. അങ്ങനെ ഈശോയുടെ കുഞ്ഞു പ്രവാചകരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.